Hi, day 2 started. Going for breakfast. ഇഷ്ടപ്പെട്ട ഫുഡ് നല്ലുണ്ട്. കുറെ ഫുഡ് ഉണ്ടെന്ന് തോന്നല്ലേ? നല്ലതുണ്ട്. ഇംഗ്ലീഷ് ഫുഡും ഉണ്ട്, നമ്മുടെ ഫുഡും ഉണ്ട്. ഇന്ത്യൻ ദോശയൊക്കെ ഉണ്ടെന്നല്ലോ. ദോശ ഉണ്ട്, ഇന്ത്യൻ കുസിൻസും ഉണ്ട്. ക്യാപിച്ചിനോ അങ്ങനെയൊക്കെ. ക്യാപിച്ചിനോ ഇതുണ്ട്. കോൾഡ് മിൽക്ക് ഉണ്ടോ? മിൽക്ക് ഉണ്ട്. കോൾഡ് ആണെന്നല്ല, മിൽക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. ജ്യൂസും ഉണ്ട്, ക്യാപിച്ചിനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ 12:10 ഉച്ചക്ക് 12:10 ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങണത്. അറിയോ വല്ലോ ചോദിക്കാൻ പറ്റിയ സ്ഥലം. ഗൂഗിൾ മാപ്പ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ നമുക്ക് ഫുൾ മെട്രോ സ്റ്റേഷൻ്റെ ഏത് സ്റ്റേഷനിൽ നിന്ന് ഏത് സ്റ്റേഷനിലേക്ക് പോകണം, പിന്നെ എന്തോരം ക്രൗഡ് ഉണ്ട്, അങ്ങനെ ഓരോ സ്റ്റേഷനിൽ കണക്ട് ചെയ്തിട്ടുള്ള മാപ്പ് നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. റെഡ് ബ്ലോക്ക് ആണല്ലോ. ബ്ലോക്ക് അല്ല, അത് ഓരോ റൂട്ടിനും ഓരോ കളറുണ്ട്. പെട്ടെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർത്ത് സൈഡിനാണ് റെഡ് വന്നിരിക്കുന്നത്, ഈസ്റ്റ് വെസ്റ്റിനാണ് ഗ്രീൻ വന്നിരിക്കുന്നത്. അങ്ങനെ എന്തുണ്ടാവും നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകാൻ എന്തോരം ടൈം നടക്കണം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഗൂഗിൾ മാപ്പ് ഇതിനെ പറയും ഈസി ലിങ്ക് കാർഡ് എന്ന് പറയും. അതായത് ഈ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ മെട്രോ കമ്പ്യൂട്ടർ ട്രാവൽ ചെയ്യണം. നമുക്ക് മെട്രോ മാത്രമല്ല നമ്മുടെ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്നത് ഉപയോഗിക്കാം. പിന്നെ മറ്റേ 7-Elevenലൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിനകത്ത് നമുക്ക് ഫണ്ടിൽ ലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ആപ്പ് ഉണ്ട്, QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ആപ്പ് കിട്ടും, അതൊരു ഫണ്ടിൽ ലോഡ് ചെയ്യാം. $10 അല്ലേ ഇത്? കാർഡിന് $10. $5 ബാലൻസ് ഉണ്ടല്ലേ? $5 ബാലൻസ് ഉണ്ട്. പിന്നെ നമ്മൾ റീചാർജ് ചെയ്തോണ്ടിരിക്കണം. യെസ്. പിന്നെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണാൻ പറ്റും, അത് പറഞ്ഞു തരും ഏത് ഡയറക്ഷനിലേക്കാണ്. ഇപ്പോൾ കുറേ സ്റ്റേഷൻസ് ഇല്ലേ കണ്ടോ, നമ്മൾ പോകുമ്പോഴാണ് ഈ സ്റ്റേഷനിലേക്ക്. ഇറങ്ങി ഈ മെട്രോയിൽ കയറണം. എന്ത് സ്പീഡുള്ള മെട്രോയ്ക്ക്, ഭയങ്കര സ്പീഡായിരുന്നു. അതെ, 2 മെട്രോ കയറി നമ്മൾ നൊവേന ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോയിൽ ഇറങ്ങി ഏതോ മാളിന്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ട് വന്നത്. ഇനി ഇവിടെ നിന്ന് 400 മീറ്റർ നടക്കണം. സിംഗപ്പൂർ ഫ്ലൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യണത്. ഇപ്പോൾ 56 എന്ന് പറഞ്ഞ ബസ് വരും. അവിടെ നിന്നൊരു 10 സ്റ്റോപ്പ് കഴിഞ്ഞാൽ സിംഗപ്പൂർ ഫ്ലൈർ. അപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ബസ്സിൽ കയറാനായിട്ട് ബസ് സ്റ്റോപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൻ്റെ നമ്പറൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിനകത്തൊരു ബോർഡിനകത്ത് നമുക്ക് ഏറെ ബസ്സിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ സ്റ്റോപ്പ്, അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടാവും നമുക്ക് ഏതൊക്കെ ബസ്സുകളാണ് അതിൽ കൂടെ പോകണമെന്നുള്ള ഇൻഫർമേഷനൊക്കെ അവിടെ ഉണ്ടാവും. ടാപ്പ് ചെയ്തില്ലേ? ഇറങ്ങുമ്പോൾ ടാപ്പ് ചെയ്യണം. അപ്പോഴാണ് പേയ്മെൻറ്റ് എടുക്കുള്ളൂ. നമുക്ക് എത്ര സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ആ സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ ആ സ്റ്റോപ്പ് വരെയുള്ള പേയ്മെൻറ്റ് തനിയെ അതിൽ നിന്ന്
വഴി മാറിപ്പോയാ? ഇല്ല. ഇത് ബസ് നമ്പർ 56 അല്ലേ? ഗൂഗിൾ മാപ്പ് ആണല്ലേ ഗൂഗിൾ മാപ്പാണ് ഇതെല്ലാം. നമ്മൾ കാണാത്ത വേറെ ലെവൽ ഫീച്ചേഴ്സാണ് ഗൂഗിൾ മാപ്പിലുള്ളത്. ഫ്ലൈയറിൽ കയറാൻ എന്നിട്ട് കഴിക്കാനാ എല്ലാരെയും ചിരിച്ചു വയ്ക്കാം. To the very beginning, to the origins of Singapore. curry chicken with roti paratha. One. No meat, no meat, meat kama.
രാത്രിത്തെ ഫുഡ് ഞങ്ങളിവിടെ ചിക്കൻ നൂഡിൽസിലും കുറച്ച് പാലും കുറച്ച് ജ്യൂസിലും ഒരുക്കി. ഞങ്ങൾ വൈകിട്ട് 5 ഒക്കെ ഫുഡ് കഴിച്ചപ്പോൾ അല്ലേ. അതുകൊണ്ട് രാത്രി ലൈറ്റ് ഫുഡ്, ഹെവി ഫുഡ് ഇല്ല. അതെ, അങ്ങനെ ഞങ്ങളുടെ ഡേറ്റും ഇവിടെ കഴിഞ്ഞു.